തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരത്തിന് ഇറങ്ങുന്നു എന്നത് തന്നെയാണ് BJP പ്രവർത്തകരെ NDA ക്യാമ്പുകളെ പൊതുവെ ആവേശഭരിതമാക്കുന്നത്. പത്മജ വേണുഗോപാൽ ഇത് ആദ്യമായല്ല മത്സര രംഗത്തേക്ക് വരുന്നത്, എങ്കിലും BJPയുടെ ബാനറിൽ NDAയുടെ ബാനറിലേക്ക് ഇത് ആദ്യമായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ്. ഇതിനു മുൻപ് 2 വട്ടം മത്സരരംഗത്തൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമാണ് സാഹചര്യങ്ങൾ. എങ്ങനെയാണ് കാണുന്നത്? വളരെ ഏറ്റവും മനസ്സമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയ പ്രൈസ് സെലക്ഷൻ ഞാൻ നേരിടുന്നത്. ഒരു ടെൻഷനും ഇല്ല. എന്തിനു വിളിച്ചാലും നമ്മുടെ കൂടെ ആളുകളുണ്ട്. എന്താ പറയണ്ട, അവർ പറയുന്ന സ്ഥലത്ത് പോവുക, ആളുകളെ കാണുക, ഇതൊക്കെ അല്ലാണ്ട് ബാക്കി ഒരു ടെൻഷനും എനിക്ക് അവർ തരില്ല. എല്ലാം ഓർഗനൈസ്ഡ്. ഇങ്ങനെ ഒരു ഇലക്ഷൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. 2 വട്ടം തൃശ്ശൂരിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ തന്നെ ചൂസ് ചെയ്യായിരുന്നു. ഞാൻ തൃശ്ശൂരുകാരിയല്ലേ, ഞാൻ വേറെ എവിടെ പോവാൻ. പിന്നെ അതല്ല, തൃശ്ശൂരിലെ ആൾക്കാർക്ക് ഇപ്പം എന്നെ മനസ്സിലായിട്ടുണ്ട്. അവർക്ക് എന്നോട് സിമ്പതി ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പത്മേശ്വരി ചെയ്യേണ്ടിയിരുന്നില്ല. അത് തൃശ്ശൂരത്തെ ആൾക്കാരെ ഞാൻ പറയില്ല കേട്ടോ, അവർ നല്ല ആൾക്കാരാണ്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു കുതികാൽ വെട്ട് ഇതൊക്കെ. അത് കുറെ കോൺഗ്രസ്സിൽ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇനി കോൺഗ്രസ്സിലേക്കില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി BJPയിൽ മോദിജി എനിക്ക് ഭയങ്കര ഒരു ആരാധനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ ഇതാവാന്നാകുമ്പോഴാണ് ഈ ഒരു ഇതിന് നമ്മൾ നിയോഗിച്ചത്. ഇതിൽ എത്രത്തോളം ഒരു NDAക്ക് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ പൊതുവേ ഉണ്ടെന്ന് കരുതുന്നു? തൃശ്ശൂർ മാത്രമല്ല, അത് കേരളത്തിലെ മൊത്തത്തിലുണ്ട്. തിരുവനന്തപുരം തൊട്ട് നോക്കിയ അനുകൂലമായ സാഹചര്യം ഉണ്ട്. അതെങ്ങനെ വോട്ടായി വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും കുറെ സീറ്റുകൾ ഇപ്രാവശ്യം BJP പിടിക്കും. പൊതുവിൽ കരുതുന്നത് തൃശ്ശൂരിൽ ഇത്തവണ ഒരു അക്കൗണ്ട് നിയമസഭയിലേക്ക് തുറക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഈ സീറ്റിൽ തന്നെ എല്ലാം തന്നെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയങ്ങൾ അതിനെല്ലാം അതൊരു ചേരുവയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അന്നത്തോടെ കുറേ പേര് BJPയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും എനിക്ക് ആ മാറ്റം കാണുന്നുണ്ട്. ജാതി മതമില്ലാണ്ട് BJPയിൽ ചേരുന്നുണ്ട് ആൾക്കാരിപ്പോൾ. അത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അവർ നമ്മളോട് കാണിക്കുന്ന ആ പ്രതികരണം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ 2 ഇലക്ഷനിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കരുണാകരന്റെ മകൾ, അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ബന്ധമല്ല തൃശ്ശൂരായിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് ആത്മസൗഹൃദങ്ങളും രാഷ്ട്രീയത്തിന് അതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബന്ധങ്ങളെല്ലാം തന്നെയുണ്ട്. അവരെല്ലാം എന്ത് പറയുന്നു? അല്ല, ഞാൻ ജനിച്ചു വളർന്നതും എൻ്റെ അമ്മ ജനിച്ചു വളർന്നതും ഒക്കെ ഇവിടെയാണ്. അച്ഛൻ ഒരു 17 വയസ്സിലാണ് ഇവിടെ വന്നത്. പിന്നെ അച്ഛൻ്റെ ജീവിതം മുഴുവൻ തുടങ്ങിയത് തൃശ്ശൂരിൽ നിന്നാണ്. അച്ഛൻ്റെ ജീവിതം അവസാനിച്ചതും അച്ഛൻ കിടക്കുന്നതും ഈ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾ അച്ഛൻ ചെയ്ത ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും പറയും, ലീഡർ ഞങ്ങളുടെ അവിടെ ലീഡർ ഇരുന്ന സ്ഥലം, അല്ലെങ്കിൽ ലീഡർ ഇത്, അങ്ങനെയൊക്കെ ഒരു കേൾക്കുമ്പോൾ സത്യം അത് ഭയങ്കര, അത് വേറെ എവിടെയും കിട്ടില്ല. പഴയകാല പ്രവർത്തകർ കോൺഗ്രസിന്റെ തന്നെ ആൾക്കാരുണ്ടല്ലോ, ഒരുപക്ഷെ പുറത്തു പറയാതെ അല്ലെങ്കിൽ ആ സൗഹൃദം പ്രകടമാക്കിക്കൊണ്ട് അത്തരം പേഴ്സണൽ വോട്ടുകളൊക്കെ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്നെ അത്ര സ്നേഹിച്ച ആൾക്കാരായിരുന്നു കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് എനിക്ക് തോന്നുന്ന പാർട്ടി നോക്കാണ്ട് അവരെന്നെ വിജയിപ്പിക്കുന്ന തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. BJP ഇവിടെ ശക്തമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാണ്. നമ്മളൊന്നും ചോദിക്കണ്ട, പ്രവർത്തകർ അടിത്തട്ടിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലും എനിക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിലിപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അവസാന ലാപ്പിലേക്കെല്ലാം തന്നെ കടന്നു പോവുകയാണ് ഇലക്ഷൻ വളരെ പെട്ടെന്ന്. തൃശ്ശൂരുകാരോട് പൊതുവിൽ എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാനായിട്ടൊരു കാഴ്ചപ്പാട് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഏറ്റവും കൂടുതൽ തൃശ്ശൂർ വികസനമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആദ്യം തൊട്ടുള്ള പരാതി. ഞാൻ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച് ജില്ലാ ആശുപത്രിയിലാണ് അമ്മ എന്നെ പ്രസവിച്ചത്. അന്ന് തൊട്ട് കാണുന്ന തൃശ്ശൂരിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയണം. അപ്പം ഞാൻ പറയായിരുന്നു, എനിക്ക് ഇവിടെ എന്ത് ചെറിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നാലും കാണും. കാരണം ഒന്നുമില്ലാണ്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്താലും കാണും എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക ഇത് ഞാൻ ഇറക്കുന്നുണ്ട് ആൾക്കാരോട് പറയാൻ വേണ്ടി. എന്തൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറ എന്താ നിങ്ങൾക്ക് വേണ്ടേ, അതിൽ എത്ര ശതമാനം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അല്ലാണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യും എന്ന് ഞാൻ പറയല്ല. ഞാൻ എന്തായാലും ഇതെന്തെങ്കിലും എൻ്റെ ഒരു കയ്യൊപ്പ് ഇവിടെ പതിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ ജയിച്ചാൽ. എല്ലാ ആശംസകളും നേരുന്നു. ഞാനും വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിന് വേണ്ടി തനിക്കും ചെയ്യാൻ ഒരുപാടുണ്ട് എന്ന് തന്നെ അവർ സമ്മതിദായകരോട് പറയുകയും ചെയ്യുന്നുണ്ട്. വാശിയേറിയ ഒരു മത്സരത്തിന് തന്നെയാണ് തൃശ്ശൂരിൽ കളമൊരുങ്ങുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.